വെൽക്കം ബാക്ക് ടു 10th ഡേ ഓഫ് CBSE മാത്സ് ക്രാഷ് ക്ലാസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേംസ് മെത്തേഡ് ഡിസ്കസ് ചെയ്തിരുന്നു, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നു, ഇമ്പോർട്ടന്റ് ആയ 2-3 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടേക്ക് എ നോട്ട്ബുക്ക്, വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്കറിയാലോ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റ് ax² bx + c. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു. ax² + bx + c = 0. ഇതിൽ a എന്തായിരിക്കണം? a b c എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഒരിക്കലും a ≠ 0 ആണ്, ഒരിക്കലും 0 ആവരുത്. അങ്ങനെയാണെങ്കിൽ എന്തായി മാറി? ടേം ഉണ്ടാവില്ല, bx + c മാത്രമേ ഉണ്ടാവുള്ളൂ. Then it become linear equation. Then so quadratic equation ഫോർമാറ്റ് x² ന്റെ കോഎഫിഷ്യന്റ് a, x ന്റെ കോഎഫിഷ്യന്റ് b, പിന്നെ c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇതിന്റെ b² - 4ac എന്ന് പറയുന്ന ടേമിന് പറയുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഈ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ഡിസ്ക്രിമിനന്റ്, അതായത് b എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ്, a എന്ന് പറയുന്ന x² ന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഈ b² - 4ac കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഈ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയുള്ളതായിരിക്കും, അതെങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. b² - 4ac എന്ന ടേം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, 0-നേക്കാൾ വലുതായിട്ട് കിട്ടുകയാണെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് ഉണ്ടായിരിക്കും. രണ്ട് റിയൽ റൂട്ട്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് ഉണ്ടായിരിക്കും. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ പവർ 2 ആണ്. അപ്പൊ അതിന് എത്ര ഉണ്ട്? മാക്സിമം 2 സൊല്യൂഷൻസ് ഉണ്ടാവും. 0 മുതൽ 2 സൊല്യൂഷൻസ് വരെ ഉണ്ടാകാം. അപ്പോ b² - 4ac എന്നുള്ള ടേം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ആ ഇക്വേഷന്, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ആ 2 റിയൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഒരു റിയൽ റൂട്ട് എന്ന് പറയുന്നത് -b + b² √b² - 4ac / 2a ആയിരിക്കും. ഒരെണ്ണം -b -√b² - 4ac / 2a ആണ്. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? b² - 4ac ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ലെസ് ദാൻ 0 ആണെങ്കിലോ നോ റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കില്ല. റിയൽ റൂട്ട്സ് ഒന്നും ഉണ്ടായില്ല, കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. b² - 4ac ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കില്ല. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, കോംപ്ലക്സ് ഒക്കെ പഠിക്കാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയുള്ള കേസിൽ അതിന് എന്തുണ്ടായിരിക്കില്ല? റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമുക്ക് വേറൊരു കണ്ടീഷൻ, b² ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും നമുക്കറിയാം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ റിയൽ റൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഈക്വൽ ആയിട്ടുള്ള 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. a അല്ലെ 2 എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ റൂട്ട്, 2 റൂട്ട്സ് ഉണ്ടാവും. ഈക്വൽ ആയിട്ടുള്ള 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. അതാണ് കണ്ടുപിടിക്കുക, അതാണ് ഉണ്ടാവുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. b² - 4ac. അപ്പൊ ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ 2 ഒരുപോലത്തെ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 റിയൽ നമ്പേഴ്സ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കില്ല, അതിന്റെ സൊല്യൂഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇപ്പോ 10ാം ക്ലാസ് ലെവലിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് റിയൽ റൂട്ട്സ് വരുന്ന ഈ കണ്ടീഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ഈ കണ്ടീഷൻ, ഇതിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോൾവ് ഫോർ x 1/x + 4 - 1/x + 7 = 11/30. നമുക്ക് തന്നിട്ടുണ്ട് എക്സിന്റെ വാല്യൂ -4 അല്ല, എക്സിന്റെ വാല്യൂ -7 അല്ല. എക്സിന്റെ വാല്യൂ -4 ആയി കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോവും. എക്സിന്റെ വാല്യൂ -7 ആയി കഴിഞ്ഞാൽ ഈ ടേം 1/0 ആയി പോവും. അപ്പൊ ആ 2 കണ്ടീഷൻ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലാതെ എന്താണ് എക്സിന്റെ സൊല്യൂഷൻ എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതാം. 1/x + 4 - 1/x + 7.
നമുക്കറിയാം രണ്ട് ഡിനോമിനേറ്ററും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? LC എടുക്കണം. അപ്പൊ ഈ രണ്ട് ടേംസിന്റെ LCM എന്ന് പറയുന്നത് x+4 ഇൻറ്റു x+7 ആണ്. ഇതാണ് നിങ്ങളുടെ LCM. ഈ LCM ഇതിൽ കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? x+7 മൾട്ടിപ്ലൈ ചെയ്യണം ഈ ടേമിന്റെ കൂടെ. അപ്പൊ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? x+7. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരുപോലെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഈ ടേമിന്റെ കൂടെ നമ്മൾ x+4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം സാധനം തന്നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ നോക്കിക്കേ, നിങ്ങളുടെ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആയി. അപ്പൊ നിങ്ങൾക്ക് മേലത്തെ ടേംസ് എഴുതാലോ. അപ്പൊ ഒന്നിച്ച് എഴുതാം അല്ലെ? അപ്പൊ ഇവിടെ താഴെ ഡിനോമിനേറ്റർ ഒന്നിച്ച് എഴുതും. ഇതിന് മൈനസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? x+7 മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ ഇടണം, മറക്കരുത്. ഈക്വൽ ടു രണ്ട് ടേംസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. x+4 ഇങ്ങനെ വരും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഒന്നുകൂടി ചെയ്യുമ്പോൾ x+7 ന്യൂമറേറ്ററിൽ -x-4 ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 11/13 കേട്ടോ. ഈക്വൽ ടു x+4 ഇൻറ്റു x+7 ഈക്വൽ ടു 11/30. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ x മൈനസ് എക്സ് എന്ത് വരും? 0 ആയിട്ട് പോകും. 7 - 4 എന്താ വരുന്നത്? 3. 3/x+4 ഇൻറ്റു x+7 എന്ന് പറയുന്നത് 11/30 ആണ്. ഇനി നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 3 × 30 എന്ന് പറയുന്നത് 90 വരും. 11 ഇൻറ്റു x+4 ഇൻറ്റു x+7 എന്ന് പറയുന്നത് 30 × 3 വരും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 11 ഇൻറ്റു x+4 ഇൻറ്റു x+7 എന്ന് പറയുന്നത് 3 × 30. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലെ? x+4 ഇൻറ്റു x+7 എത്രയാണെന്ന് നോക്കാം. എന്ത് ചെയ്യും? 11 ഇൻറ്റു x+4 x ഇൻറ്റു x+7 പ്ലസ് 4 ഇൻറ്റു x+7. ഈ ടേമിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ചെയ്യുമ്പോൾ എക്സ് കൊണ്ട് ഈ ടേമിനെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 കൊണ്ടും ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ഈക്വൽ ടു 90. ഇപ്പൊ എന്ത് വരും? നമുക്ക് ഇതൊന്നുകൂടി ഓപ്പൺ ചെയ്യാം. x ഇൻറ്റു എക്സ് x², x ഇൻറ്റു 7 7x, പ്ലസ് 4 ഇൻറ്റു എക്സ് 4x, പ്ലസ് 4 ഇൻറ്റു 7 എന്ത് വരും? 28 ഈക്വൽ ടു 90. ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് എക്സിനെ രണ്ട് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് x ഇൻറ്റു എക്സ് x², x ഇൻറ്റു 7 7x, പ്ലസ് 4 ഇൻറ്റു എക്സ് 4x, 4 ഇൻറ്റു 7 28 ഈക്വൽ ടു 90. ഇനി നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് വരും? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിനും 11x² പ്ലസ് 11 ഇൻറ്റു 7 77x, പ്ലസ് 4 44x, പ്ലസ് 28 ഇൻറ്റു 11 എത്ര വരും? 28 ഇൻറ്റു 11 ചെയ്ത് നോക്കിയാൽ മതി. 8 28 28 ഇപ്പൊ 8 10 308 വരും അല്ലെ? 308 is equal to 90 വരും. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. എന്നതിന് ശേഷം നമുക്ക് എന്തിനാ ലൈറ്റ് ടേംസ് ആഡ് ചെയ്യാം അല്ലെ? ലൈറ്റ് ടേംസ് ഏതൊക്കെയാ വരുന്നത്? 11x². വേറെ ലൈറ്റ് ടേംസ് ഒന്നുമില്ല, x² ടേംസ് ഇല്ല. 77 പ്ലസ് 44 എക്സിന്റെ ടേംസ് ആണ് അല്ലെ? രണ്ടും ആഡ് ചെയ്യാം. 77 പ്ലസ് 44 11, ബാക്കി 1 8 8 പ്ലസ് 4 12 121 ആണ് വരുന്നത്. അപ്പൊ 121x ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്? 121x. ഇവിടെ എന്ത് വരും? 308. ഈ 90 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ -90 ഈക്വൽ ടു 0. ഓക്കെ, 308 മൈനസ് 90 ലൈറ്റ് ടേംസ് ആണല്ലേ? 8. അപ്പൊ ഇവിടെ എന്ത് വരും? 1 218 വരും. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 11x² പ്ലസ് 121x പ്ലസ് 218 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ടേമിൽ കിട്ടി. അതിനുശേഷം a എന്ന് പറയുന്നത് 11 ആണ്, b എന്ന് പറയുന്നത് 121 ആണ്, c എന്ന് പറയുന്നത് 218 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുക. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ 11x² പ്ലസ് 121x പ്ലസ് 218 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ x² കോഎഫിഷ്യന്റ് a എന്ന് പറയുന്നത് 11 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ b എന്ന് പറയുന്നത് 121 ആണ്,
കോൺസ്റ്റന്റ് ടേം സി എന്ന് പറയുന്നത് 218 ആണ്. നമുക്ക് നമ്മുടെ ഡിസ്ക്രിമിനന്റ് ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac എത്രയാന്ന് നോക്കാം. ബി സ്ക്വയർ 121 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 11 ആണ്, സി എന്ന് പറയുന്നത് 218 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് എക്വേഷൻ ചെയ്യാം. 121 സ്ക്വയർ 121 ഇൻറ്റു 121 എന്ന് പറയുന്നത് 14,641 ആണ്. മൈനസ് 4 ഇൻറ്റു 11 ഇൻറ്റു 218 എന്ന് പറയുന്നത് 44 ഇൻറ്റു 218 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9,592 ആണ് വരുന്നത്. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 549 വരും. ഓക്കെ, നമുക്കിപ്പോൾ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac എന്നത് 5049 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റൂട്ട്സ് ആണ്. റൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അതിന്റെ അർത്ഥം ഐദർ മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a or minus b minus root of b square minus 4ac divided by 2a. ഓക്കെ, അപ്പൊ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac അറിയാം. മൈനസ് ബി എത്രയാണ് വരിക? 121. നേരത്തെ നമ്മൾ എ എഴുതിയിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു നമ്മുടെ 11 ആയിരുന്നു, ബി എന്ന് പറയുന്നത് 121 ആയിരുന്നു, സി എന്ന് പറയുന്നത് 218 ആയിരുന്നു. 218 ആയിരുന്നു നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പൊ ബി എന്തായിരുന്നു? മൈനസ് 121 പ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 5049 ആണ് വരുന്നത്. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് 11 ആണ്. ഓർ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് മൈനസ് 121 മൈനസ് 5049 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 11 വരും. ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് ഇത് പെർഫെക്റ്റ് റൂട്ട് അല്ല, അതുകൊണ്ട് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 5049നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3യിലാണ് പോവുക, 1 ടൈം പോവും. 20ൽ 6 ടൈംസ് പോവും. 24ൽ 8 ടൈംസ് പോവും. ഇവിടെ 3 ടൈംസ് പോവും. വീണ്ടും 3ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 ടൈംസ് പോവും. ഇവിടെ എന്ത് വരും? 18ൽ 6 ടൈംസ് പോവും, 11 വരും. വീണ്ടും 3ൽ പോവും, ഇവിടെ 1 ടൈം പോവും. 16ൽ എത്ര പോവും? 4ൽ പോകുമ്പോൾ 8 ടൈംസ് പോവും. 21ൽ 7 ടൈംസ് പോവും. ഇതിന് 11ലാണ് പോകുന്നത്, 1 ടൈംസ് പോവും. 77ൽ 7 ടൈംസ് പോകും. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ 3നെ മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ റൂട്ട് എങ്ങനെയാ വരുന്നത്? ഇതിൽ നിന്ന് ഒരു 3 പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുവരും? റൂട്ട് 561 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ റൂട്ട്സ് എന്താ വരിക? മൈനസ് 121 പ്ലസ് ഓർ മൈനസ് 3 റൂട്ട് 561 ഡിവൈഡഡ് ബൈ 22. ഇത്ര എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റില്ല, പെർഫെക്റ്റ് റൂട്ട് അല്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് എഴുതിയിട്ട് നിർത്താം. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ ഫാസ്റ്റ് ട്രെയിൻ ടേക്സ് 3 hours ലെസ് ദാൻ എ സ്ലോ ട്രെയിൻ ഫോർ എ ജേർണി ഓഫ് 600 കിലോമീറ്റർ. ഒരു ഫാസ്റ്റ് ട്രെയിൻ ഉണ്ട്, ഒരു സ്ലോ ട്രെയിൻ ഉണ്ട്. സ്ലോ ട്രെയിനേക്കാളും 3 hours ലെസ് ആണ് ഫാസ്റ്റ് ട്രെയിൻ. ഫസ്റ്റത്തത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 600 കിലോമീറ്റർ ഡിസ്റ്റൻസ് ജേർണിയാണ്. രണ്ട് ട്രെയിനിന്റെയും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇഫ് ദ സ്പീഡ് ഓഫ് ദി സ്ലോ ട്രെയിൻ ഈസ് 10 km/h ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഫാസ്റ്റ് ട്രെയിൻ, അതായത് ഫാസ്റ്റ് ട്രെയിനിനേക്കാളും 10 km/h കുറവാണ് സ്ലോ ട്രെയിനിൻ്റെത്. സ്പീഡ് കുറവ്, ഇത്ര കുറവ് 10 km/h. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഈച്ച് ട്രെയിൻ. രണ്ട് ട്രെയിനിന്റെയും സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്പീഡിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മളിവിടെ എടുക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത് 3 hours ലെസ് ആണ് തന്നിരിക്കുന്നത്. ടൈമിൽ എടുക്കാം അല്ലെ? ടൈമിന്റെ ബേസ് ചെയ്തെടുക്കുമ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. ഓക്കെ, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. ആദ്യം നമുക്ക് എഴുതാം ഇഫ് ദ സ്പീഡ് ഓഫ് ദി സ്ലോ ട്രെയിൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഈച്ച് ട്രെയിൻ അല്ലെ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫാസ്റ്റ് ട്രെയിനിന്റെ സ്പീഡ്, ലെറ്റ് സ്പീഡ് ഓഫ് ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്തായിരിക്കും?
സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ. ഇത് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്ത് വരും? നമ്മളോട് പറഞ്ഞു ഇഫ് ദ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ ഈസ് 10 km/h ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഫാസ്റ്റ് ട്രെയിൻ. അപ്പൊ ഈ എക്സ് എന്ന ഫാസ്റ്റ് ട്രെയിനിന്റെ സ്പീഡിനേക്കാളും 10 km/h കുറവായിരിക്കും ദ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 10 ആണ് എന്ത് പറയാ സ്ലോ ട്രെയിനിന്റെ സ്പീഡ് വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. സ്പീഡ് എഴുതിയത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെയും സെയിം ആണ്. എത്രയാണ് വരുന്നത്? 600 കിലോമീറ്റർ. ഇനി നമുക്കൊന്ന് ടൈം ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ടൈം എങ്ങനെയാണ്? ഫാസ്റ്റ് ട്രെയിൻ ടേക്സ് 3 hours ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സ്ലോ ട്രെയിൻ. അപ്പൊ സ്ലോ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? 3 hours കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പൊ സ്ലോ ട്രെയിനിന്റെ ടൈം എങ്ങനെ എഴുതാം നമുക്ക്? സ്ലോ ട്രെയിനിന്റെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 600 ടൈം എന്ന് പറയുന്നത് എന്ന് അറിയാലേ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 600. ഈ സ്ലോ ട്രെയിനിന്റെ സ്പീഡ് എത്രയാണ്? എക്സ് മൈനസ് 10 അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം അല്ലെ? സ്ലോ ട്രെയിനിന്റെ ടൈം ഓഫ് സ്ലോ ട്രെയിൻ മൈനസ് ടൈം ഓഫ് ഫാസ്റ്റ് ട്രെയിൻ എന്താണ്? ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് കവർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടൈം എത്ര എടുക്കുന്നത്? എക്സ് ടൈം. എക്സ് സ്പീഡാണ് എടുക്കുന്നത്, ടൈം അല്ല. സ്പീഡ് ഓഫ് ദി ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതിന്റെ ഡിഫറൻസ് ഇതെന്താണ്? ടൈം ഓഫ് സ്ലോ ട്രെയിൻ മൈനസ് ടൈം ഓഫ് ഫാസ്റ്റ് ട്രെയിൻ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ സ്ലോ ട്രെയിൻ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ ഫാസ്റ്റ് ട്രെയിൻ ഈക്വൽ ടു 3. ഓക്കെ, ഇനി നമുക്കിത് ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ എന്താ പറയുക? LCM എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 വരും. ഓക്കെ, അപ്പൊ അത് ക്രോസ് മൾട്ടിപ്ലൈ 600 ഇൻറ്റു എക്സ് വരും മൈനസ് 600 ഇൻറ്റു എക്സ് മൈനസ് 10 വരും. ക്ലിയർ ആയിരുന്നു? ഈക്വൽ ടു 3. ഇത് ക്ലിയർ ആയെന്ന് വരുന്ന സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 ഇൻറ്റു എക്സ് മൈനസ് 600 ഇൻറ്റു എക്സ് മൈനസ് 10. ഇനി LC എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്കിത് 600 ഒന്ന് പുറത്തെടുത്ത് നോക്കാം. 600 എടുക്കുമ്പോൾ ഇവിടെ എക്സ് വരും മൈനസ് എന്ത് വരും? ബ്രാക്കറ്റിൽ എക്സ് മൈനസ് 10 വരും ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു എന്ത് വരും? 3. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 3 വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒന്നൊന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലെ? 600 ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് 10 വരും ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 3 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബാലെ എന്തുവരും? എക്സ് മൈനസ് എക്സ് 0 വരും. 600 ഇൻറ്റു 10 വരുമ്പോൾ 6000 വരും. താഴെ എന്തുവരും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 3 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ക്രോസ് 300 by 1 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും? 6000 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എക്സ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 10x ഇൻറ്റു 3 വരും അല്ലെ? ഇൻറ്റു 3 ഈക്വൽ ടു ഇൻറ്റു 3 വരും. ഇതാണ് എഴുതിയിരിക്കുന്നത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 10 മൈനസ് 10x. ക്ലിയർ ആണെന്നായിരുന്നു. അതിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തു. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 6000 എന്തുവരും? ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ. ടോട്ടൽ മൊത്തത്തിൽ രണ്ട് സൈഡിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6000 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുവരും? 2000 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 10x വരും. ഈ 3യും ഇവിടെ 3 കട്ട് ചെയ്യുമ്പോൾ ഇത് 2000 ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 2000 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? ax സ്ക്വയർ മൈനസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 2000 ഈക്വൽ ടു 0. ഓക്കെ, നമുക്കപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 2000 ഈക്വൽ ടു 0 ആണ്. ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക്
കൺവീനിയൻ്റ് ആയ മെത്തേഡ് യൂസ് ചെയ്യുക. ഇന്ന മെത്തേഡ് യൂസ് ചെയ്യണമെന്നില്ല. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2000 കിട്ടണം, -2000 കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -10x കിട്ടണമെങ്കിൽ, -10 കിട്ടണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ ഒന്നൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ വരുന്നത്, x² -50x + 40x -2000 = 0 വരും. അതായത് -50 + 40 എന്താ വരുന്നത്, -10 ആണ്. 50 × 40 എന്താണ്, 2000 ആണ്, -2000 ആണ്. അപ്പൊ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് -10x നെ -50x + 40x ആയിട്ട് എഴുതാൻ കഴിയും. ഇന്ന് ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് കോമൺ എടുക്കാം. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x -50 കിട്ടും. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം, 40 കോമൺ എടുക്കാം. 40 കോമൺ എടുത്താൽ എന്ത് വരും, ഇവിടെയും x -50 വരും, =0. ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം, x -50 ഇൻറ്റു ഇവിടെ എന്ത് വരും, x + 40 =0 വരും. ദാറ്റ് ഈസ് x -50 = 0 or x + 40 = 0. That is x is equal to 50 or x is equal to -40. ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ x സംസാരിക്കുന്നത്, സ്പീഡാണ് അല്ലെ. സ്പീഡ് ഒരിക്കലും -40 വരില്ല, സ്പീഡ് പോസിറ്റീവേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതേ വരുള്ളൂ, ഇതാണ് ആൻസർ വരിക, ഇത് ആൻസർ ആയിരിക്കില്ല. അപ്പൊ x is equal to 50 km/h ആണ് നമ്മുടെ ആൻസർ. അത് എന്തിന്റെയാണ്, സ്പീഡ് ഓഫ് ഫാസ്റ്റ് ട്രെയിൻ ആണ് എന്ത് വരുന്നത്, നമുക്ക് 50 km/h വരുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് സ്ലോ ട്രെയിൻ എന്തായിരിക്കും, 50 - 10 അല്ലെ, 40 km/h. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒന്ന് ചെയ്ത് നോക്കുക, എളുപ്പമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് സ്പീഡിന്റെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈമിന്റെ റിലേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. ഓക്കെ, ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന 4th ചാപ്റ്ററിലെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതുക. സോ താങ്ക് യു.